ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി 23 അധ്യായം. സാറായുടെ മരണവും ശവമടക്കവും പ്രതിപാദിക്കുന്ന അധ്യായമാണ് ഉൽപ്പത്തി 23. അബ്രഹാമിന്റെ ഭാര്യയായ സാറ 127 വയസ്സിലാണ് മരിക്കുന്നത്. കനാൻ ദേശത്തുള്ള ഹെബ്രോൻ എന്ന കിര്യത്ത് അർബായിൽ വെച്ചായിരുന്നു മരണമെന്ന് 2-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു സ്ത്രീയുടെ മരണസമയത്തെ പ്രായം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സാറായുടേത് മാത്രമാണ്. അബ്രഹാം വിലാപം കഴിച്ചതിന് ശേഷം ഭാര്യയെ അടക്കുന്നതിന് ഒരു സ്ഥലം ലഭിക്കുവാൻ ഹിത്യരുമായി സംസാരിച്ചു. അബ്രഹാമിനെ അന്ന് സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. അതിനാൽ തൻ്റെതായ ഒരു സ്ഥലം വാങ്ങി അതിൽ തൻ്റെ പ്രിയപ്പെട്ടവളെ അടക്കാൻ അവൻ ആഗ്രഹിച്ചു. ഹിത്യരുടെ പ്രധാന വാസസ്ഥലം ഇന്നത്തെ തുർക്കിയിലുള്ള അനാറ്റോലിയ എന്ന സ്ഥലമായിരുന്നെങ്കിലും ഹിത്യന്റെ മക്കൾക്ക് കനാന്റെ പ്രദേശത്ത് ചില വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ സോഹറിന്റെ പുത്രനായ എഫ്രോനോട് മമ്രയുടെ തോപ്പിന് അരികിലായി മക്പേലയിലെ ഗുഹയും സ്ഥലവും മരങ്ങളും 400 ശേക്കേൽ വെള്ളി വിലയായി നൽകി അബ്രഹാം വാങ്ങിച്ചു. അങ്ങനെ ലോകത്തിൽ അബ്രഹാമിന് സ്വന്തമെന്ന് പറയാൻ ഒരു ഇടം, അതായത് ഒരു കല്ലറ, അതുമാത്രം ഉണ്ടായി. അബ്രഹാം മക്പേലയ്ക്ക് നൽകിയ വില കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായി കാൽവറി ക്രൂശിൽ നൽകിയ വിലയുടെ മുൻകുറിയായി കരുതപ്പെടുന്നു. ആ കല്ലറ സ്ഥിതി ചെയ്യുന്ന കനാൻ ദേശം വിശ്വാസിക്ക് ലഭ്യമാകുന്ന വാഗ്ദത്തത്തിന്റെ മുൻകുറി കൂടെയാണ്. കൽദയരുടെ ഊരിൽ നിന്ന് ഏതാണ്ട് 65-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോടൊത്ത് സുരക്ഷിതമായ പാർപ്പിടം വിട്ട് ദൈവവിളിയുടെ മാത്രം അടിസ്ഥാനത്തിൽ വിശ്വസ്തയോട് ഭർത്താവിനോടൊത്ത് സഹനത്തിന് വിധേയയാകാൻ സാറ മടിച്ചില്ല. 18-ാം അധ്യായത്തിൽ സാറ സംശയിച്ചു ചിരിക്കുന്നതായി നാം കാണുന്നെങ്കിലും ദൈവം സാറായ്ക്ക് ഇസ്സാക്ക് എന്ന മകനെ നൽകി. എബ്രായർ 11 രേഖപ്പെടുത്തിയിട്ടുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ സാറായും സ്ഥാനം പിടിച്ചിരിക്കുന്നു. സാറായുടെ മരണവും അതിനോടനുബന്ധിച്ചുള്ള അബ്രഹാമിന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ പുനരുത്ഥാനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മക്പേലയിലെ ശ്മശാന ഭൂമിയും ഗുഹയും ഇസ്രായേലിന്റെ എക്കാലത്തെയും പുണ്യസ്ഥലങ്ങളിൽ ഒന്നായി വെസ്റ്റ് ബാങ്കിൽ നിലകൊള്ളുന്നു. അതിനെ ദ കേവ് ഓഫ് പാട്രിയാർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉൽപ്പത്തി 25:10 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിനെയും ഇവിടെ തന്നെ അടക്കിയതായി നാം മനസ്സിലാക്കുന്നു. അബ്രഹാം, സാറ, ഇസാക്ക്, റെബേക്ക, യാക്കോബ്, ലേയ തുടങ്ങിയവരെ എല്ലാം അടക്കം ചെയ്ത ഈ പ്രാചീന പുണ്യഭൂമി യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രമാണ്. ക്രിസ്ത്യാനികൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന പുനരുത്ഥാനത്തിന്റെയും വാഗ്ദത്ത ദേശത്ത് അവർക്ക് ലഭ്യമാകുമെന്ന് അവർ കാത്തിരിക്കുന്ന നിത്യജീവന്റെയും മുൻനിഴലാണ് വിശ്വാസികളുടെ മാതാവായ സാറായുടെ മക്പേലയിലെ ശവസംസ്കാരം സൂചിപ്പിക്കുന്നത്. വിശ്വാസം, ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത നഷ്ടങ്ങൾ, കർത്തൃസേവ സംബന്ധിച്ച സുപ്രധാനമായ പാഠങ്ങൾ, ഇവയൊക്കെയാണ് ഈ അധ്യായം ക്രിസ്തീയ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ മധ്യത്തിലും കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം അബ്രഹാം മുറുകെ പിടിച്ചു. ഹിത്യരുമായുള്ള ഇടപാടിലെ സത്യസന്ധതയും പരസ്പര ബഹുമാനവും ഒരു ശ്മശാന ഭൂമി നേടിയെടുക്കുന്നതിനായുള്ള സജീവമായ പരിശ്രമവും വ്യാപാര സംബന്ധിയായ കാര്യങ്ങളിൽ ഉള്ള സമഗ്രതയും സത്യസന്ധതയും എന്നിത്യാദി കാര്യങ്ങളിൽ ദൈവഹിതം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് അബ്രഹാം ഈ അധ്യായത്തിലൂടെ നമുക്ക് നൽകുന്ന മാതൃക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.